പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ആൻലിയ സിബി എന്ന് പറഞ്ഞൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആൻലിയ സിബി ഒരു +2 വിദ്യാർത്ഥിയാണ്, പക്ഷേ വെടികെട്ട് സാക്ഷിയാണ്. അപ്പോൾ +2കാരല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആൻലിയ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്, കാഞ്ഞിരപ്പള്ളിയിലെ ഒരു മോളാണ്. അതായത് എന്താ ആൻലിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്ത് പഠിക്കണം. +2 കഴിഞ്ഞതേ ഉള്ളൂ. +2 കഴിഞ്ഞെങ്കിലും ആളെ IELTS കവർ ചെയ്ത്, +2 വെച്ച് IELTS കവർ ചെയ്ത്. പക്ഷേ വിസയ്ക്ക് കുറേ താമസം വരുന്നു. അതിനകത്തുള്ളിൽ ഒരു കൊല്ലം അങ്ങ് കടന്നു പോകും. ഒരു കൊല്ലം കടന്നു പോകുമ്പോൾ അവളുടെ അമ്മ പറയും, മാതാവ് നമ്മളെ വിളിക്കുന്നുണ്ട്, നമുക്ക് മാതാവ് അങ്ങോട്ട് വിളിക്കേണ്ടേ മക്കളെ, എന്നാലും നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അമ്മയും മോളും വന്ന് ഉടമ്പടി എടുക്കും. അമ്മയും മോളും വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവളുടെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു മാനസിക ആ വയസ്സ് നോക്കണം നമ്മൾ, കൊച്ചു കുട്ടിയാണ്. പക്ഷേ അതേസമയം തന്നെ വലിയ വയലാണ് വർത്തമാനമൊക്കെ പറയണത്. പിന്നെ സാക്ഷ്യം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇടറും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ തൊണ്ട ഇടറാനാണ്. അപ്പോൾ ഒരു ദിവസം അവൾക്ക് പാസ്പോർട്ടിൽ അവർ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിക്കും. പാസ്പോർട്ടിൽ ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കണമല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഈശോ തോന്നിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്. അവരും ഈശോയും തമ്മിലുള്ള സ്വകാര്യമായ വിശ്വാസത്തിൻ്റെ ചില എക്സ്പ്രഷൻസാണ്. അപ്പോൾ അത് മനുഷ്യരുടെ തന്മയത്വത്തിൽ അവർ ചെയ്യണതാണ്. അവർ മനോധർമ്മം അനുസരിച്ച് ഓരോരുടെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് അവരുടെ മനോധർമ്മമല്ലേ. അവിടെ മനോധർമ്മം പറഞ്ഞ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് സ്മെല്ലടിക്കും, മുല്ലപ്പൂവിൻ്റെ. അതാണ് അവരുടെ വിശ്വാസമാണതേ. ആ വിശ്വാസത്തെ മാതാവ് അക്സെപ്റ്റ് ചെയ്യുവതേ. അപ്പോൾ ഇതെനിക്ക് അമ്മയെ കിട്ടത്തേ ഇല്ലേ ഒരിക്കലും. ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകുക, ഇവിടെ പഠിക്കാനും പറ്റണില്ല, പുറത്തേക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് പോകുക. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയറി പോകണമല്ലോ പഠിച്ച്, നാട്ടിൽ തന്നെ ഉള്ളവരും അവരെല്ലാം ഡിഗ്രി സ്റ്റുഡൻ്റായി പോകുമ്പോൾ ഞാനിവിടെ ഡിഗ്രി എടുക്കാതെ PDC +2 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിസ കിട്ടത്തേ ഇല്ലേ, അതൊക്കെ ഭയങ്കര കരച്ചിനും സങ്കടമൊക്കെയാണ്. അതായത് എന്നിട്ട് ഇവിടെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം വേണ്ടിയിട്ട് കുറിച്ചിടും, വിസ പ്രമാണത്തിൽ കുറിച്ചിട്ട് കഴിയുമ്പോൾ സ്മെല്ലാകുമ്പോൾ തന്നെ ഇവർക്ക് ഫീലാകും. കാര്യം എന്താ, അമ്മ എനിക്ക് വിസ തരും, അമ്മ വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്നില്ലേ. അപ്പോൾ പപ്പയുടെയും ഡാഡിയുടെ മമ്മിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല സെൻറ്റാവെല്ലാം പൂച്ചിട്ടുണ്ടോ, ഇവിടെ ഭയങ്കര മണമാണല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കൃത്യമായി വിശ്വസിക്കുന്നു, അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോഴും അവളുടെ ഒരു പ്രശ്നം, അവൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ചില ഡേറ്റ് ഹോണർ ചെയ്യും, ചിലത് നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ഡേറ്റ് വെക്കുക, ചില ആൾക്കാർ ഇപ്പോൾ ഡേറ്റ് വെപ്പ് കൂടുതലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും, ഹോണർ ചെയ്യത്തില്ല. എന്നാൽ സത്യസന്ധമായിട്ട് ഡേറ്റ് ഹോണറിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡേറ്റ് ഹോണറിങ്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയം ഒരു വിഷയമാണ്. അതേസമയം തന്നെ ഡേറ്റ് നമ്മൾ ദൈവത്തിന് ഒപ്പിച്ച് ഡേറ്റ് ഇട്ടാൽ ഇപ്പോൾ തന്നെ സിജിയോ അതായത് ഒരു മിനിറ്റ്, സിജിമോളിൻ്റെ സാക്ഷ്യം നമ്മൾ സിജിമോൾ നെയ്യാറ്റിൻകര. സിജിമോൾ എന്താ ചെയ്തിരിക്കണത്, സിജിമോൾ ഉടമ്പടി ചെയ്ത് അങ്ങനെ ഇവിടെ വരണമെന്നോ ഉടമ്പടി ചെയ്യണമെന്നോ ആഗ്രഹമുള്ള ആളല്ല. പക്ഷേ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി കല്യാണം കഴിക്കാൻ നിൽക്കണല്ലോ, ചേട്ടായി അമ്പനും ബില്ലിനും അടിക്കണില്ല. എന്താ കാര്യത്തിൽ പുള്ളിക്ക് കെട്ടാൻ തോന്നണില്ല മനസ്സിൽ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ചില ലേഡീസിനും ഉണ്ടാവും കല്യാണം കഴിക്കാൻ തോന്നാതിരിക്കും. അവരെല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് മാനസികമായിട്ട് ഈ രണ്ടുപേരോട് ജീവിക്കണ പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അതെല്ലാം മാനസിക പ്രശ്നങ്ങളല്ല. അവർക്ക് കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്, എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമല്ലോ, അത് വേണ്ട, അതെന്നൊക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൊരു തൃപ്തി തോന്നാത്ത ആൾക്കാരുണ്ട്. വിവാഹം കഴിക്കുന്നതിൽ ഒരു തൃപ്തി തോന്നാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതൊരു സെൻസിബിളായിട്ടുള്ള കാര്യമായിട്ട് തോന്നാത്ത ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ അവിടെ എണ്ണ സമൂഹത്തിൽ കൂടി വരുന്നതെന്ന് തോന്നണം. അപ്പം അങ്ങനെ ഇയാൾ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ വീട്ടുകാർക്കറിയാം ഇവൻ അവസാനം ഒരു ടൈം കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാകത്തില്ലല്ലോ. സത്യം കല്യാണം കഴിച്ചപ്പോൾ നോക്കാനില്ല, എന്നാലും മക്കൾ നോക്കുന്നുണ്ട് ശരിക്കും അല്ലേ. മക്കൾ നോക്കുന്നുണ്ട്. മക്കളില്ലാത്ത ആൾക്കാരാണ് ഈ അനാഥാലയത്തേക്ക് പോകുന്നത്. മക്കളുള്ളവരും പോണില്ലെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അത് മക്കളുടെയൊക്കെ ഒരു പ്രത്യേക രീതികൾ കൊണ്ടാണ് മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന. അവർ ആരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്. ജോലി പോകുമ്പോൾ അപ്പനെ നോക്കി വീട്ടിലിരുന്ന ജോലി പോകും. ചില ആൾക്കാർ ജോലി കളഞ്ഞുകൊണ്ട് അപ്പനെ നോക്കുന്നവരുണ്ട്. ചിലർക്ക് അത്രയും ശമ്പളവും ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
അപ്പം അങ്ങനെ ഇതിന് നമ്മൾ എന്ത് ഉടമ്പടി എടുത്താലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ വല്ല തറാപ്പറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് തൽക്കാല വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരും. അവിടെയാണ് പേയ്മെൻറ്റ് വരണത് പ്രശ്നം. ഇപ്പം തന്നെ കണ്ടില്ല, ഭാര്യയും ഭർത്താവുണ്ട്. ഇന്നലെ ഞാൻ ഡീൽ ചെയ്ത ഒരു കേസാണ്. ഭർത്താവുണ്ട്, അതായത് എന്താ സംഭവിച്ചത്, ഇന്നലത്തെ എന്താ വെച്ചാൽ അവർക്ക് അമ്മ അവരുടെ കൂടെ താമസിക്കുകയാണ്. ഭാര്യയുടെ കൂടെ മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടി താമസിക്കണം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയാണെങ്കിൽ 5 പൈസ ഇവളുടെ സ്ത്രീധനം കൊടുത്തിട്ടില്ല, അതേസമയം തന്നെ അങ്ങനെ ഷെയറും കൊടുത്തിട്ടില്ല. അമ്മനെയാണെങ്കിൽ അയാൾ അടിക്കുകയും ചെയ്യും. മകൻ തന്നെ അടിക്കും. അതാണ് വിഷയം. ഇപ്പോൾ മക്കളില്ലെന്നും പറഞ്ഞൊരു നമ്പരയിലേ ഉള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞ് 9 നമ്പർ ഉണ്ടാവും. അതാണ് പ്രശ്നം. അത് പല കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ മകൻ്റെ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി മകൾ കൊണ്ടുപോകുന്നു. അപ്പോഴെന്നാ പ്രശ്നം? ഇവിടെ പ്രശ്നമായി. ഇവിടെ എന്താണ്, മകൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവൻ മകനോട് പറയണം, നീ പെണ്ണുമ്പോൾ പറഞ്ഞാൽ കേട്ട് പെണ്ണുമ്പോഴുടെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നീ ഒഴിവാക്കിയെന്ന് പറയുക. അപ്പോൾ അവന് ഇവിടെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പില്ലേ, അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുടെ ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളെ കൊണ്ട് ആക്ക്. അപ്പോൾ ആക്കാൻ അവൾ തയ്യാറല്ല. ഞാൻ പിന്നെ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച്, അല്ല പിന്നെ മാർഗ്ഗമില്ലല്ലോ, അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങളെ കൊണ്ടേ ആക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. ന്യായമായ കാര്യം അതാണ്. വീട്ടിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ഭർത്താവിനെ അവൻ തല്ലും എന്നാണ് പറയണത്. ശരി, അങ്ങനെ നിങ്ങൾ പോലീസിൻ്റെ സഹായം തേട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ സമൂഹത്തിന് സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ കാരണം ചില സമയത്ത് നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ പോലും ഉപയോഗിച്ചില്ലേ, പോലീസിനെയും പട്ടാളത്തിനെയും കോടതിനെയും എല്ലാം ഉപയോഗിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പം ചില സമയത്ത് ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഇതെല്ലാം നമുക്ക് മസ്റ്റായിട്ട് വരും, കൂടുതൽ മസ്റ്റായിട്ട് വരും. അത് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരത്തില്ലെന്നല്ല, കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാനത് കൊണ്ട് തീരുമാനിപ്പിച്ച് വിട്ടു. 5 മിനിറ്റ് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. 5 മിനിറ്റുള്ള ആ സംഭവത്തിൽ തീരുമാനമായി. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു ക്രോസ്, ഇത് ഇപ്പോൾ എല്ലാവർക്കും കുരിശാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും കുരിശ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അമ്മനെ വിട്ടാലും കുരിശാണ്, അമ്മയെ നിർത്തിയാലും കുരിശാണ്. അതാണ് വിഷയം. അമ്മയെ നിർത്തിയിട്ട് ഇവക്കിട്ട് അമ്മ തലമുണ്ട്, അതാണ് വിഷയം. അമ്മ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ആടി പാർസൽ കൊടുക്കും മകളുടെ ഔദാര്യത്തിൽ താമസിക്കണമെന്നൊരു ഒരു കഥയുമില്ല. ഭർത്താവ് നിർത്തിക്കൊണ്ട് മകൾക്കിട്ട് അടിക്കും അമ്മ. അപ്പോൾ ഇങ്ങനെ അപ്പം നിർത്തിയാലും കുരിശ്, മറഞ്ഞു വിട്ടാലും കുരിശ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രി ക്ലാസ്സാണിത്. ഇതിൻ്റെ അകത്തെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ, എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പേയ്മെൻ്റ് ഇല്ല, നിത്യതയിൽ പേയ്മെൻ്റുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഹെവി സബ്ജക്റ്റാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നിത്യതയിലാണ്. അതനുസരിച്ചുകൊണ്ട് മറിയം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ എന്നോട് പറഞ്ഞത് എന്താണ്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിനെ സിംഹാസനം തരുമെന്നാണ് അപ്പ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്ന കാര്യത്തൊഴുത്തിലാണ്. ആ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ പ്രക്ഷുബ്ധതയിലാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിന് പോകാത്തത്? അവിടെയാണ് വിഷയം. ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു പാഠങ്ങളുടെ ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലാണ് എന്താണ്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ക്രിസ്തു എന്ന് പറയുന്നത് നിത്യതയും കവിഞ്ഞ് കിടക്കുന്ന വലിയ നമ്മുടെ രക്ഷാകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്താ, വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടില്ലേ, അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം സത്യം. അവൾ എന്തുമാത്രം സഹിച്ചിട്ടാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴവിടെ ലൈഫ് ഭർത്താവ് ആയിട്ട് അവൾ പിരിയാൻ പോകുന്ന കണ്ടീഷൻസ് വന്നുകൊണ്ടാണ് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം അവർ മാതാപിതാക്കന്മാർ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈശോയുടെ ഒരു ലൈൻ അതാണ്. കാര്യം ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്, അമ്മയുടെ വീട്ടിൽ കൊണ്ട് ആക്കണം തന്നെയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ്. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും ജീവിതത്തിലെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാവിനതുണ്ടായിരുന്നു.
മാതാവിനത് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്ത്? 2:19 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ലൂക്ക 2:19 ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ എന്താ ചിന്തിച്ചത് മറിയം എന്താ ചിന്തിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പരിശുദ്ധ എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞത് എന്താണ്? ലൂക്ക 1:45 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോഴും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണ്? കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞതാണ് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതാണ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകുമെന്ന്. ഇത് ഇപ്പം നൽകുന്നില്ലെങ്കിലും ഒരിക്കലും നൽകപ്പെടുകയല്ലെന്ന്, ഇത് നൽകാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് നിന്നെ അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അച്ഛനിലൂടെ എന്താ ഈശോ സംസാരിക്കണമെന്ന് അറിയത്തില്ലേ? ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്, ഇപ്പോൾ അവൾ അലിയ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത്. ജനുവരി ഇൻടേക്കിന് വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിങ് നടന്ന് അവളെ കിട്ടും. അതിനാണ് പാസ്പോർട്ടിൽ തൈലം തെച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവളെ കിട്ടിയില്ല. കിട്ടാതെ അപ്പോൾ ഇവൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേ അവളുടെ അപ്പൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പന് അന്ന് മുതൽ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പന് വചനമൊക്കെ ഇഷ്ടമാണെങ്കിലും വചനം വായിക്കാറില്ല. അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ, വചനം അരമണിക്കൂർ വചനം വായിക്കണമല്ല. അപ്പന് ഉടമ്പടിയുടെ ഭാഗമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക്, അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം. മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവളവിടെ ശമ്പളം കിട്ടി. അവൻ്റെ ശമ്പളം അപ്പം ഒപ്പിട്ട് മേടിക്കും. പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം. അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കുന്ന ഒരു അബദ്ധം. ഭാര്യമാരൊക്കെ ഉണ്ടതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക, അവരൊന്നും ചെയ്യത്തില്ല. അവർ ചെറിയ സ്മോളൊക്കെ അടിച്ച് അങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കും. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പന് പക്ഷേ ഇത് മനസ്സിലായി, താൻ കൂടി ഇതിനകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ സ്വന്തം ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്മെല്ല് സുഗന്ധപൂരമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി 3 മണിക്ക് വിസ അടിച്ച് വരും. പ്രൈസ് ദി ലോർഡ്.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി നാഥാ പറയുന്നു. നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് എന്താണ് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. എന്നുവെച്ചാൽ ഉഭയകക്ഷി, രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് ശരിക്കും. അതിനകത്ത് നീ ഒരു കക്ഷിയാണ്. നിന്നെ എന്നെയും കക്ഷിയാക്കാൻ ദൈവത്തിന് യാതൊരു സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും ദൈവം നമ്മളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതൊരു മാറ്റർ ഓഫ് ഇൻറ്റിമസിയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന ബോധം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലും എല്ലാം ആ ബോധം നിലനിർത്തണം. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ്. ഇപ്പോൾ ഒരു കോതമംഗലത്തെ ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ നോക്കിയത്. ആ ചേട്ടായി ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോണതാണ്. അങ്ങയുടെ പ്രശ്നം ഭയങ്കര പുകവലിയാണ്. അപ്പോൾ പുകവലിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചല്ലേ, ഇപ്പോൾ പുകവലി ഇല്ല. ഇപ്പോൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നടക്കില്ല ആൾക്കാർ, ചെറുപ്പക്കാരാണ് ഒട്ടിച്ച് നടക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചേട്ടായിക്ക് ഇത് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് പോയിട്ട് വലിക്കാൻ അദ്ദേഹം മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോഴാണ് വലിക്കാൻ ഓർത്തത്. ഇടയ്ക്ക് ഇവിടെയൊക്കെ ശരിക്കും പോയിച്ച് പുകയും വിട്ടുപോണ പാർട്ടിയാണ്, ഇടയ്ക്ക് മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സങ്കടം തോന്നി. പുള്ളി 2 പുക വിട്ടേച്ചും സിഗരറ്റ് ഒടിച്ച്. പുള്ളി പറഞ്ഞത് ഇന്ന് വരെ ഞാൻ പലയിടത്തും പോയി ധ്യാനിച്ചിട്ടുണ്ട്, അപ്പോഴേക്ക് അവിടെ വെച്ച് ഒഴിവാക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എത്രയോ നാളുകളായി ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം, അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയണത്. ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം ചിലർക്കുണ്ടാകത്തില്ല. ചിലർക്ക് സാങ്കേതികമായിട്ട് അവിടെ പോയി കുത്തി, ഇവിടെ പോയി കുത്തി, അവിടെ പറഞ്ഞ് ഇവിടുന്ന് അത് മേടിച്ച് അവിടെ ഇത് മേടിച്ചൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ന്യൂമറിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഉടമ്പടി ചെയ്ത് പോകുന്നവരുണ്ട്. അവരെ ഞാൻ പറഞ്ഞ വിളിക്കാൻ തേക്കാൻ മിക്കവർക്കും പണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ അറിയണം, ബോധം ഉണ്ടാകണം, എവിടെയാണ് വന്നിരിക്കുന്നത്, എന്താണ് ചെയ്യണത്, ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ്. ഞാൻ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നതുപോലെ എൻ്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ എൻ്റെ ഒരു കഴിവില്ല, അത് നീ നിൻ്റെ കൃപയിൽ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഇതെല്ലാം നീ ദൈവമായിട്ട് ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പാലിക്കണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ മനുഷ്യൻ പുകവലി അവസാനിപ്പിച്ചെന്ന് പറയണം. അപ്പോൾ പുകവലിയുടെ ആനുകൂല്യങ്ങൾ ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ, എനിക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും മനസ്സസ്വസ്ഥ വരുമ്പോഴും 2 പുക വിട്ടാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ ഞാൻ അത് വലിയ ആനക്കാരും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് സിഗരറ്റിനെ കുറിച്ചൊരു വേദന തോന്നിയാൽ നീ അത് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും. നിനക്ക് സന്തോഷം ഉണ്ടാകണം. എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, ഇപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലാണ്, പ്രണയബന്ധമാകാം, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുള്ള ബന്ധമാകാം. പക്ഷേ നീ അത് ഉടമ്പടിയിൽ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തോടെയാണ് നീ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉടമ്പടി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പഴയതുപോലെ അക്കൗണ്ട് തുടങ്ങിയേക്കാവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഉടമ്പടി ഇല്ല, ഉടമ്പടിയിലല്ല. നീ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണിമേടിച്ചിരിക്കുകയും ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ ഇതൊക്കെ ചിലപ്പോൾ നിനക്ക് ചുറ്റിക്കളി ഔട്ട് പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയാണെങ്കിൽ വിചാരിച്ചോ. അപ്പോൾ നീ വിചാരിക്കണം 90 ദിവസം വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പല കലാപരിപാടി തുടങ്ങാം എന്നൊക്കെയാണെങ്കിൽ നിനക്ക് ഉടമ്പടി നീ ചെയ്യുന്നില്ല. അതാ മനസ്സിലാവും. നീ ഉടമ്പടിയിലല്ല നീ. കാരണം ദൈവത്തിനെ പറ്റിക്കാവുന്ന നേരത്തെ, അപ്പോൾ നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാമല്ലോ, പറ്റിപ്പാണ്, ഉടായ്പം കൊണ്ട് വന്നിരിക്കുകയാണ്, തൽക്കാലം കൈ കാണിക്കാനുള്ള പറ്റിപ്പഴപ്പം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ വന്ന് പണി മേടിച്ച പോലെ ഇരിക്കും. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾ ആലപ്പുഴ വന്ന് പണി മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിലിരിക്കാൻ പറ്റേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുകയാണെങ്കിൽ കർത്താവിൻ്റെ സന്തോഷം, അതാണ് സന്തോഷത്തോടെ 13 അധ്യായം. എന്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകണം. മനസ്സിലായില്ലേ? നീ എന്തെങ്കിലും പാപകരമായോ അല്ല കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചാൽ, ഒഴിവാക്കിയാൽ നിനക്ക് നിരാശയോടെ സങ്കടത്തോടെയാണെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് സന്തോഷത്തോടെ ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സങ്കടത്തോടെ, കാര്യം ഒരു യുവാവിന് ഭയങ്കര ധനമുണ്ടായില്ലേ,
അപ്പോൾ അത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാകട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സന്തോഷത്തോടെ പോയി. 13-ാം അധ്യായം ശ്രദ്ധിക്കട്ടെ. മത്തായി ശ്ലീഹ 13:44 വായിച്ചോളൂ. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഈ വയൽ വാങ്ങിയ ആൾക്കാരാണ് അംശപിതാവും മാതാവും. മനസ്സിലായില്ലേ? തനിക്കുള്ളതെല്ലാം വിറ്റ് അവർ വിൽക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സംഭവമൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നതാണ്. അവിടെ നാട്, അവിടെ വീട്, പ്രസവിക്കാൻ നല്ലൊരു ഇടം, അവിടെ അമ്മയുടെ പരിചരണങ്ങൾ, അന്നാവുമ്മയുടെ പരിചരണങ്ങൾ, ഇങ്ങനെ കുറേ കാര്യം മാതാവ് വിറ്റിട്ടുണ്ട്. മാതാവ് ഈ പുൽത്തൊട്ടിയിൽ ഉണ്ണീശയുമായിട്ട് പെറ്റ് കിടക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതാ വിറ്റ ദൈവരാജ്യത്തിൻ്റെ ആദ്യ പൈതലാണ്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവമായിട്ട് നീ ഉടമ്പടി ചെയ്തതിൻ്റെ പേരില്ലേ നീ വെച്ചനുഭവിച്ചിരുന്ന എന്തെങ്കിലും സുഖങ്ങളോ സന്തോഷങ്ങളോ നീ അത് വേണ്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ മാത്രമേ ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദുഃഖത്തോടെ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു ധനിക യുവാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ യേശു, അവൻ ദുഃഖത്തോടെ തിരിച്ചു പോയെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. Take the word of God. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 18:22. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം അവൻ വലിയ ധനികനായിരുന്നു. അപ്പൊ അവന് വ്യസനമുണ്ടായി. ഇപ്പം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, ചിലപ്പോൾ കൂട്ടുകെട്ടായിരിക്കാം. അപ്പം നിങ്ങൾ എന്താണ് ഉടമ്പെടുക്കാൻ ഇത്രയും നാൾ താമസിച്ചത്? കൂട്ടുകാർ വിടാഞ്ഞ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലപ്പുഴ പോകണമെങ്കിൽ ഉടമ്പെടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ആ തട്ടിപ്പ് ധ്യാന കേന്ദ്രത്തിൽ പോയി കാണാം, നീ യൂട്യൂബ് കേട്ടാ എന്ന് പറയും. അപ്പോൾ കൂട്ടുകാർ പിടിച്ച് നിർത്തുന്നതിനാണ്. ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്താ ഇവിടെ നടക്കണമെന്ന്. ഇവിടെ വരുന്നത് വരെ നിന്നെ പിശാച് പിടിച്ച് നിർത്തും. അത് തട്ടിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് ആദ്യകാലം പോലെ പറയണതല്ലേ, ദൈവം നിന്നെ തട്ടിച്ചതാണ്, നീ ഈ പഴം കഴിക്കണമെങ്കിൽ നിനക്ക് മെച്ചമുണ്ടാവുമെന്ന് ആദ്യകാലം പോലെ ഒന്നേ കൂട്ടുകാരിലൂടെ, അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ, അല്ലെങ്കിൽ ബന്ധുക്കളിലൂടെ, അല്ലെങ്കിൽ സ്വന്തപ്പെട്ടവരിലൂടെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിലൂടെ. അപ്പോൾ നീ ഇപ്പോൾ ഇനി ആത്മീയതയിലേക്ക് പോകുകയാണല്ലേ, അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഇപ്പോൾ ആത്മീയതയ്ക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഉപവാസം ഉണ്ടാകും, ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ എല്ലാം പരിമിതി ഉണ്ടാകുന്ന ഭർത്താവ് വിചാരിക്കണത്. ആ ഒറ്റ കാര്യം കൊണ്ട് ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഉടമ്പടി തന്നെയല്ല, ധ്യാനം പോലും കുടിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉടമ്പടിയുടെ പരിധി വരുന്ന വിഷയങ്ങളല്ല. കുടുംബജീവിതം പോലെ അങ്ങോട്ട് പോകും. അതൊക്കെ തെറ്റിദ്ധാരണ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഈസിയായിട്ട് സൗജന്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിന് തോന്നണം നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഈ വിഷയത്തിൽ സീരിയസ് ആണെന്ന് ക്രിസ്തുവിന് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അതാണ് വിഷയം. എന്തെങ്കിലും പേയ്മെൻറ്റ് വേണം. എന്തെങ്കിലും പേയ്മെൻറ്റ് നീ എന്ത് കൊടുത്തു എന്ന് ചോദിക്കത്തില്ലേ? കർത്താവിൻ്റെ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അതിനെന്താണ് നീ കൊടുത്ത പേയ്മെൻറ്റ്? കാര്യം ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്ത്യസ് 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു കാലമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി തമ്മിൽ ആലോചിക്കാതെ പറ്റത്തില്ല. ഒരു ഏകപക്ഷീയമായിട്ട് ഞാൻ ഭർത്താവിൻ്റെ അവകാശം നിഷേധിക്കുന്ന ഭാര്യയ്ക്ക് പറയാൻ അവകാശമില്ല.
ഏകപക്ഷമായിട്ട് ഭർത്താവിനും പറയാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും ഒത്തിരി ഭാര്യമാർ എൻ്റെ അടുത്ത് വന്നത് ഭർത്താവിനോട്, ഞാൻ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടവകയിലെ ഭാര്യമാരൊക്കെ വന്നതിനെ കണ്ടിട്ട് ഞാൻ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുക, ഞങ്ങൾക്ക് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, എന്താണ് പ്രശ്നമെന്ന് അയാൾ പറയണില്ല എന്ന് പറയും. എൻ്റെ വായിൽ നിന്ന് എന്തോ പൊട്ടത്തരം വന്നെന്നാണ് അയാൾ പറയണത്, പക്ഷേ അതൊന്നുമല്ല കാര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാനിപ്പോൾ ഇതിലേക്ക് വരാൻ കാര്യം, ഈ ദൈവത്തെ ശരീരത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അത് ചിലപ്പോൾ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് എടുക്കാം, പക്ഷേ അതിന് പരസ്പര ധാരണ വേണം. ഭർത്താവ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് അപ്പോൾ കൂദാശയിൽ നിങ്ങളെ ഒരു ശരീരമാക്കിയിരിക്കണം ദൈവമല്ലേ, ദൈവം തന്നെയല്ലേ ഒരു ശരീരമാക്കിയത്, ആ ദൈവം നിങ്ങൾ രണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ ശാരീരികമായ വിഷയങ്ങൾ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ധാരണ എത്തിയാൽ, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 1 കൊറിന്തോസ് 7:4-5. 1 കൊരിന്തോസ് 7:4-5. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അപ്പോൾ ഇതാണ് വചനത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഭർത്താവും ഭാര്യയ്ക്കും വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക്, പല 90 ദിവസം അല്ല ഒരു സമയം എടുത്ത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതിന് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് വചനം പറയണത്. അപ്പോൾ അത് പക്ഷേ അതിന് മ്യൂച്വൽ കൺസേൺ വേണം, അതിന് പരസ്പര ധാരണ വേണം അതിന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ്, ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം കയറി വരേണ്ട കാര്യമില്ല. ശ്രുതികട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. വാട്ട് ഈസ് അവർ പോയിന്റ്? അവർ പോയിന്റ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ ഹൃദയത്തിൽ സംഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിരുന്നതാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്, അല്ലാതെ നിരാശയല്ല. ഈ ഇടയന്മാർ പ്രാകൃതരായ മനുഷ്യർ, പരിചയമില്ലാത്ത മനുഷ്യർ, ബന്ധുക്കളല്ലാത്തവരെ കണ്ടെങ്കിലും അമ്മയ്ക്കുള്ളിൽ സന്തോഷമാണ്. കാര്യം എന്താണ്? അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പം പാലിക്കുന്നില്ലെങ്കിലും അപ്പൻ അത് ഭാവിയിൽ പാലിക്കുമെന്നുള്ള സന്തോഷമാണ്. തൻ്റെ കാര്യം അതിൻ്റെ പേരിലാണ് തനിക്കുള്ളതെല്ലാം അമ്മ വിറ്റത്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ബന്ധുക്കളെ പ്രസവിച്ച് കിടക്കാനുള്ള സുരക്ഷിതമായ ഇടം കൊടുത്തിട്ട് അമ്മ നിരാശയോടെ അല്ല പോകുന്നത്. ഓരോ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ലഭിക്കാത്ത ഇല്ലായ്മയ്ക്ക് അമ്മയ്ക്ക് സങ്കടമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്താ കാര്യം? അമ്മ ഇതെല്ലാം കൊടുത്തിരിക്കുന്ന സന്തോഷത്തോടെയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്താ സഹോദരങ്ങളെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഉടമ്പടി പ്രകാരം നിങ്ങൾക്കൊരു ഈടരവോ കുറവോ എങ്കിലും വന്നാൽ അത് സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ വചനത്തിൽ ചില കാര്യങ്ങൾ ഷിഫ്റ്റിംഗ് വരും. ഇപ്പം ചിലപ്പോൾ നടക്കണില്ല എന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പം നടക്കണില്ലെന്നേ ഉള്ളൂ, അപ്പോൾ അത് നാളെ നടക്കാം. അതാണ് അമ്മയുടെ ഹൃദയത്തിൽ സംഭവിക്കാൻ കാരണം. ഉടമ്പടിയിൽ ഇങ്ങനെ വരും, ഇപ്പം നടക്കില്ല. പക്ഷേ എനിക്ക് അവളുടെ അതായത് സുജിമോളുടെ സാക്ഷിയില്ലേ, സുജിമോളുടെ സാക്ഷ്യത്തിൽ ഉണ്ടാകുന്നൊരു വിഷയം. ഇപ്പോൾ സുജിമോള് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ നിന്ന് വലിയൊരു മഴവില്ല് റോഡിൽ നിന്ന് വളഞ്ഞ ആകാശം പൊട്ടി നിൽക്കും. അത് മഴവില്ലാണ് ശരിക്കും. അപ്പോൾ സുജിമോൾ ഉടനെ പറയണത്, എൻ്റെ ഉടമ്പടി കർത്താവ് സ്ഥിരീകരിച്ചെന്നാണ്. എന്താ കാര്യം? സുജിമോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടത്തണം. നിങ്ങൾ ഉടമ്പടിയുടെ റേഞ്ച് മനസ്സിലാക്കണം. ഉടമ്പടി അവളുടെ ഡേറ്റ് ഇട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 30 അമ്മ എൻ്റെ ആങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കണതാണ്. എത്ര വർഷമായി? ഇപ്പോൾ 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു ആ കക്ഷിക്ക്. എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വേണ്ടെന്ന് പറഞ്ഞ് നടത്തിയത് കല്യാണം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവർക്കാണ് അയാളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അവസാനം അയാൾക്ക് ആരും ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഉടമ്പടി ഇരിക്കണം. പക്ഷേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം അമ്മയെ. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ഇവൾ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ കാർ ഇവിടുന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ മഴവില്ല് വീശി അടിച്ച് നിന്ന്. ഉടനെ അവൾ പറയുന്നുണ്ട്, ദേ മഴവില്ലേ. എന്താ മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ലേ കാണുമ്പോൾ ലുക്ക 9 നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9:4
9:14 തോന്നണം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 9:16. 16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അതായത് ഉടമ്പടിയെ, നിന്റെ ഉടമ്പടിയെ ഞാൻ ഓർത്തിട്ടുണ്ടെന്നാണ് പറയണത്. അത്രയും ക്ലിയറാണ്. നിങ്ങൾ, അതായത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അടയാളങ്ങളാണ് ദൈവം കാണിക്കണത്. ഓക്കെ, അവൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയണത് മഴവില്ല വീശി നിൽക്കണം. ഉടനെ ഉൽപ്പത്തി പുസ്തകത്തിലെ 9:14 വാഗ്ദാനമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല. മേഘങ്ങൾ മഴവില്ല് കാണുമ്പോൾ നിങ്ങളും ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി നീ ഓർക്കണം. പക്ഷേ ഇവിടെ കണ്ണ് നിറയണ ഒരു അവസ്ഥ ഉണ്ട്. ഈ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആങ്ങളോട് ഇവൾ ഉടമ്പടി ചെയ്ത കാര്യം പറയത്തില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അളിയന ആങ്ങളെ വിളിക്കും, പിള്ളേ ഭർത്താവിന്, ആ അളിയ എനിക്ക് കല്യാണം കഴിക്കണം, നീ ഒരു പെണ്ണ് നോക്കാൻ പറയും. ഇതിൻ്റെ പൊക്ക് കണ്ട. എന്നിട്ട് പെണ്ണ് വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് പ്രോസസ്സ് മുന്നോട്ട് പോയിട്ട് കല്യാണം ഫിക്സ് ചെയ്യും. അത് പെണ്ണ് വീട്ടുകാരാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കല്യാണത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ 30. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡിസംബർ 30 അമ്മയോട് ഡേറ്റ് ഇട്ടുണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 30-നാണ് നടത്തേണ്ടതെന്ന്. ഇതാണ് ടൈം എന്ന് പറയണത്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണം, കുറച്ചുകൂടി ആത്മബന്ധം ഉണ്ടാകണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടമ്പടിയോട് കമ്മിറ്റഡ് ആകണം. അല്ലാതെ പകുതി ചെയ്തില്ല, പകുതി അടുത്ത ആഴ്ച ചെയ്യാം, ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യാം, ഇങ്ങനെ ഉടമ്പടി ചെയ്താൽ മൊത്തം ഉടമ്പടി ഉഴപ്പായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈശോ തന്ന നിർദ്ദേശം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത മക്കളെ വലിയ കൃപ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ചെയ്യണമേ. സമയത്തെ ത്വരിതപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവിധ രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സ്നേഹമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകാം. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോ ഒന്നും സാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ് ഇതിൻ്റെ ആണിപ്രധാന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപെശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണ കർത്താവെ. ഈശോ ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with your fire finger, soak with the precious blood, God infuse His Spirit. I command to you in the name of Jesus Christ to be healed. കർത്താവേ, വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങൾ, ഹൃദയത്തിൽ വാൽവിന് ബ്ലോക്ക് ഉള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കരരോഗങ്ങള്, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികള്, ടോൺസൈൽ രോഗികള്, കർത്താവെ തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ തൊണ്ടയിൽ സ്പർശിക്കണമേ, പിൻകഴുത്തിൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ, കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മരം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസി പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസ്സോഡി രോഗികള്, പിസ്റ്റില രോഗികള്, കർത്താവ് സ്പർശിക്കട്ടെ. ഇടുപ്പലിന് വേദനയുള്ളവര്, കശേരുകൾ വിട്ടുമാറുന്നവര്, കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, ഈ പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടേ നിൽക്കുക മക്കളെ. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല, പിന്നെ പരീക്ഷ എഴുതുന്നവരെ, ബിടെക്കും PSCയും MOHും അതും IELTSും VTയും ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവർ, MBBS MD എഞ്ചിനീയറിംഗ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവർ, എൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്. കുഞ്ഞ് കുടിക്കണില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. ഗർഭിണികൾ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു. സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ, വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീയാണ് വഴി, ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി, നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വരുന്നവർ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ, ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസംകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പിലെപ്സി, ഹൈപ്പർ ആക്ടിവിറ്റി, അവരെല്ലാം എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട്, അതിർത്തി തർക്കമുള്ളവർ. അതുകൊണ്ട് വേര് കെട്ടാൻ പറ്റണില്ല, മതിൽ കെട്ടാൻ പറ്റണില്ല, വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരയിടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല, ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല, അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട്, ഭാഗ്യവിടുമ്പടി നടക്കാത്തവരുണ്ട്, മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത, ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ ദൃശ്യത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തി തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം അകപ്പെട്ടിരിക്കുന്നവരെ മേൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ, രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരെ, അപ്പനെ അമ്മനെ വിളിക്കാത്തവരെ, ഫോൺ പോലും എടുക്കാത്തവരെ, അപ്പനമ്മയെ തിരക്കാത്തവരെ, ഇങ്ങനെയുള്ള എല്ലാവിധ വൈകൃതങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹരിയിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്തുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സാധാരണ ലെവലിൽ കുറച്ച് വ്യത്യാസം ഇപ്പോൾ അറിയിപ്പിന് വന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഉടമ്പടിയുടെ ഫസ്റ്റ് ബാച്ച് നേരത്തെ കയറിക്കൊണ്ടിരുന്നത് 10:30 മണിക്കാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കയറുന്നത് 7 മണിക്കാണ്. കാര്യം 5 മണി തൊട്ട് ആളുണ്ട് ഇവിടേക്ക് ആൾക്കാർ വന്ന് താമസിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് ഫസ്റ്റ് ബാച്ച് കയറിപ്പോകും. അവർ 10:30 മണിക്കാണ് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനുള്ളവർക്ക് എല്ലാ ദിവസവും 7 മണിക്കാണ് ഫസ്റ്റ് ബാച്ച് കയറുന്നത്. അവർ 10:30 ഇറങ്ങും, 10:30 സെക്കൻഡ് ബാച്ച് കയറും. അവർ 1 മണി 1:30 ആകുമ്പോൾ ഇറങ്ങും, 1 മണിക്ക് ഇറങ്ങും. 10:30 കയറുന്നവർ സെക്കൻഡ് ബാച്ച് 1 മണിക്കാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ സെക്കൻഡ് ബാച്ച് 1:30 തൊട്ട് 2 മണി വരെയാണ് ടൈം. 2 മണിക്ക് ലാസ്റ്റ് ടൈമാണ്. തേർഡ് ബാച്ച് 2 മണിക്കാണ് കയറേണ്ടത്. തേർഡ് ബാച്ച് 2 മണിയോടുകൂടി അത് ക്ലോസ് ആകും. പിന്നെ ആർക്കും അന്നത്തെ ദിവസം ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. കാര്യം 2 മണിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറുന്നവർ അവരെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നിട്ട് അവർ ഉടമ്പടി എല്ലാം ചെയ്ത് തിരിച്ചു പോകുമ്പോൾ 6-6:30 മണിയാകും. അതാണ് എൻ്റെ ടൈം. അപ്പോൾ 5 മണിക്കൂർ നമ്മളെ പ്രതീക്ഷിക്കണം ഉടമ്പടി എടുക്കാൻ ഉള്ള ആൾക്കാർ. പുതുക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പുതുക്കാൻ പറ്റും. പക്ഷേ ഉടമ്പടി എടുക്കാൻ വന്നവർ 5 മണിക്കൂർ പ്രതീക്ഷിച്ച് വരണം. പിന്നെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി ഇന്നലെ ട്രെയിൻ പോകണമെന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ട്രെയിനിൻ്റെ കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളെ വിട്ടുപോയേക്കണം. ഇത് നിങ്ങളെ ട്രെയിൻ പിടിച്ചിട്ടിട്ട് വന്നെടുത്തിട്ട് കാണിച്ചു പോകുന്ന വിഷയമല്ല ഇത്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ച്
ആത്മാർത്ഥമായിട്ട് ദൈവമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിച്ച് അമ്മയുടെ മുമ്പിൽ ചില ആൾക്കാരുണ്ടല്ലോ ഉടമ്പടി എടുത്താലും പോകാതെ നിന്നിട്ട് അമ്മയോടത്ത് എല്ലാം പറഞ്ഞു അവിടെ ജീവിതം ക്രമീകരിച്ചിട്ടാണ് അവർ പോണത്. അവരാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ കൊയ്യണത്. അവിടെ മുമ്പിലാണ് മഴവില്ല് തെളിയണത്. അവിടെ മുമ്പിലാണ് പാസ്പോർട്ട് ഇട്ട് ഉരക്കും മുല്ലപ്പൂച്ച് തരണത്, മുല്ലപ്പിന് മണം. അപ്പോൾ ദൈവ സാന്നിധ്യം ആത്മാർത്ഥ ആര് കാണിക്കുന്നു? അല്ലാതെ എന്തെങ്കിലും പട്ടായം കാണിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചും അടുത്ത വണ്ടിക്ക് 4 കാലം വീണ് ഓടണമെന്നൊക്കെ പറഞ്ഞ് വന്നവർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ട്രാക്കിൽ ഓടിയാൽ മതി, ഇവിടെ ഓടാൻ വരരുത്. ഇത് സ്ഥലം വേറെയാണ്. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വഴുനീളെ അനുഭവിക്കുന്ന സംഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ ശ്രദ്ധിക്കുക. 7 മണിക്ക് ഫസ്റ്റ് ബാച്ച്, 10:30 സെക്കൻഡ് ബാച്ച്, 1:30 തേർഡ് ബാച്ച്. പിന്നെ ഇല്ല. കാര്യം 1:30 തേർഡ് ബാച്ച് കയറി കഴിഞ്ഞാൽ അവർ പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 6:30 മണിയാവും. അതുകൊണ്ടാണ് പിന്നെ ഇല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ അതനുസരിച്ച് വരണം. രോഗികൾ വരാനുള്ള രോഗികളില്ലേ, രോഗികൾ ഇപ്പോൾ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അവരൊക്കെ രാവിലെ എത്തുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10:30 മണിക്കൂടെ ഉണ്ടാകണം. 7 മണിക്ക് നിങ്ങൾ ആരെങ്കിലും വിട്ട് ഉടമ്പടി എടുപ്പിച്ചേക്കണം. അവർ 10 മണിയാകുമ്പോൾ ഉടമ്പടി എടുത്ത് ഇറങ്ങുമല്ലോ. ഫസ്റ്റ് ബാച്ചിന് രോഗികളെ കൊണ്ടുവരുന്നവർ ആരെങ്കിലും ഒരാൾ നേരത്തെ വിട്ടിട്ട് ഉടമ്പടി എടുപ്പിക്കണം. എടുപ്പിച്ചിട്ട് 10:30 ആകുമ്പോൾ അവരുടെ തീരും. 11 മണിയാകുമ്പോഴാണ് അച്ഛൻ ആൾക്കാരെ കാണുന്നത്. രോഗികളെ കാണുന്നത് 11 മണിക്കാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗികളെ വീൽ ചെയറും അതുപോലെ തന്നെ സ്ട്രെച്ചറൊക്കെ ആയിട്ട് വരുന്നവർ നിത്യാരാധന കേന്ദ്രത്തിൻ്റെ പുറകിലാണ് വരേണ്ടത്. അവിടെയാണ് ഈസി ആയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എൻ്റെ സ്ഥലം അതാണ്. മറ്റുള്ളിടത്തെല്ലാം തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് അച്ഛൻ്റെ ഒരു അഭ്യർത്ഥന. അടുത്ത അറിയിപ്പ്, എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ട്, പുതുക്കുവാനും പറ്റും. പിന്നെ സാക്ഷ്യം പറയാനുള്ളവരെ സാക്ഷ്യത്തിൻ്റെ കൗണ്ടറിൽ സാക്ഷ്യം എഴുതി കൊടുക്കുക. അതേസമയം തന്നെ മേജറായിട്ടുള്ള ഉടമ്പടി വിഹിതമായ സാക്ഷ്യങ്ങളുണ്ട്. അത് ടൈം ഷോർട്ടനിങ്, മേജർ ഡ്യൂട്ടി, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉടമ്പടി ഫീച്ചേഴ്സ് ഉള്ളത്. അത് ആൾക്കാരെ പറയാൻ അനുവാദം നൽകും. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാക്ഷ്യമാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം. കാര്യം ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റു പറയും. അപ്പോൾ കോടതിയിലായാലും ശരി, അതിർത്തി തർക്കത്തിൻ്റെ സ്ഥലമിടവിലായാലും ശരി, ഏറ്റുപറയുകയെന്ന് വെച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റുപറച്ചിലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രീസ്റ്റ് കച്ചേരിയിലായാലും ശരി, എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർ അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെക്കാൾ ഭയം നാട്ടുകാരെ ആയതുകൊണ്ട് നിങ്ങളെ പിന്നെ ദൈവം കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളെ ചോദ്യം നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു 60 വയസ്സ് വരെ ജീവിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ഒന്നും നേടാത്ത ആൾക്കാരെ ദൈവം എന്തിനാണ് ചോദ്യം നടക്കുന്നത്? ഒരാവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് 60 വയസ്സുണ്ട്, 40 വയസ്സുണ്ട്, ഇന്ന് വരെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോ പ്രാർത്ഥനാ രൂപങ്ങളൊക്കെ അന്വേഷിക്കണം എന്നല്ലാതെ വാട്ട് യു ഹാവ് ഡൺ ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ്, കർത്താവിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് രോഗികളെ കാണുക, അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി ദാനങ്ങൾ ചെയ്യുക, അതേസമയം തന്നെ വേദനപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ ദൈവസ്നേഹത്തോടെ ചെയ്യണത്. ഇപ്പോൾ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണത് ആ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണമെങ്കിൽ അത് സുവിശേഷ മൂല്യമുള്ള ദൈവമഹത്വ ശുശ്രൂഷയാണ്. പരിസ്ഥിതി ആർക്കും സംരക്ഷിക്കാം, ഒരു മനുഷ്യനായ കേവല ബോധം ഉണ്ടെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കാം. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പുഴയിലേക്ക് കുപ്പികൾ വലിച്ചെറിയരുത്. എന്തുകൊണ്ട് ചെയ്യുന്നത്? പഞ്ചായത്ത് പിടിക്കുമെന്നല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കണമെന്ന് എഴുതി വെച്ചിരിക്കണമല്ല. വേസ്റ്റ് നിക്ഷേപിക്കാത്ത കാര്യം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അതാണ് വിഷയം. മറ്റുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, വേസ്റ്റ് നിക്ഷേപിക്കത്തില്ല. അവരുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ ചെയ്യണം, അഭിത്തിമനായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതല്ല, നമ്മളൊരു വിശ്വാസം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്താലാണ് നമ്മുടെ പരിസരങ്ങളും മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു സുവിശേഷ കടപ്പാടാണ്. ആ രീതിയിൽ എല്ലാ വിഷയങ്ങളും സുവിശേഷത്തിൻ്റെ പരിധി കൊണ്ടുവന്ന് ദൈവമഹത്വത്തിൻ്റെ ശുശ്രൂഷയാക്കി മാറ്റുമ്പോൾ നീ ദൈവ പൈതലായി മാറുകയാണ്. അപ്പോൾ ഗ്യാരൻറ്റീഡാണ് ദൈവം നിന്നെ വിട്ട് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ സുവിശേഷം സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡർ പെർസ്പെക്റ്റീവ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ വിശാലമായ രീതിയിൽ സുവിശേഷം സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അച്ഛൻ ആൾക്കാരെ കാണുന്നത് എമർജൻസി, ഹൈ എമർജൻസി അല്ല ഞാൻ ആൾക്കാരെ കാണും. ഹൈ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തി നടപടി, അതുപോലെ തന്നെ കാറ്റഗോറിക്കൽ രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ, അതുപോലെ തന്നെ നല്ല ചാലഞ്ചിങ് ഡിസീസില്ലേ, ജീവിതത്തെ വെല്ലുവിളിക്കുന്ന രോഗങ്ങളുണ്ടല്ല, സോറിയാസിസ്, അങ്ങനെയുള്ള എല്ലാവരെയും കാണും. കർത്താവിന് അവരെ സമർപ്പിക്കും മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ. ജപ്തി നടപടിയിരിക്കുന്നവരും രാജ്യം വിട്ട് പോകാൻ പോകുന്നവരും. ഇപ്പോൾ രാജ്യം വിട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളോർക്കും അവർ വലിയ ശമ്പളത്തിന് വേണ്ടി പോകണം. ശമ്പളത്തിന് വേണ്ടി നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ രാജ്യം വിട്ട് പോവുകയാണ്. കടങ്ങൾ കയറി കോവിഡൊക്കെ വന്നപ്പോഴേ
വല്ലാത്ത കർഷകരും അല്ലാത്തവരും എല്ലാവരും ഒക്കെ വല്ലാത്ത ഒരു പരുവത്തിലാണ്. അപ്പോൾ പോണവർ പോട്ടെ, പോയി രക്ഷപ്പെടട്ടെ, അതാണ് എൻ്റെ ഒരു. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും എല്ലാ ദിവസവും കാണും. ഇപ്പോൾ എല്ലാവരെയും കാണും. കാര്യം ഈ വിസ പ്രോസസ്സിൽ ഇരിക്കുന്ന എല്ലാവരെയും കാണും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണം. മറ്റുള്ളവരും നിങ്ങൾ പോയി രക്ഷപ്പെട്ട മറ്റുള്ളവരെയും ജാതി മതവും നോക്കാതെ നിങ്ങൾക്ക് പരിചയം അടുപ്പൊക്കെ ഉള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് പോയി രക്ഷപ്പെടുത്തണം. അപ്പോൾ ദൈവത്തിന് തോന്നുന്നത് നല്ല ബന്ധുക്കളെ, അപ്പം നിങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ട മറ്റുള്ളവരും രക്ഷപ്പെടുത്താൻ നോക്കണം. അങ്ങനെ ഒരു ക്രിസ്തീയ മനസ്സാക്കി സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് അവരെപ്പോഴും ഇങ്ങനെ അടങ്ങി കിടന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ വലിയ പുള്ളികളാണെന്ന് അവിടെ മുമ്പിൽ വരുത്തി തീർക്കും. അത് ലോകാരൂപിയാണ്. അപ്പോൾ ഈ പലരുടെയും നടക്കാത്തതിൻ്റെ കാരണം കൈയിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൈയിരിപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും നല്ല ആഴമായ ഒരു നല്ല ഈശോൻ്റെ ഒരു ഹൃദയം സൂക്ഷിച്ച് എല്ലാവരെയും സന്ധിക്കാൻ പറ്റുന്ന ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു കാലത്തും വിട്ടുപോകത്തില്ല. ഒരു കാലത്തും നമ്മൾ എന്തുമാത്രം പ്രാർത്ഥന നമുക്ക്. പക്ഷേ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പ്രത്യേകത കണ്ടില്ലേ? ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യമല്ലേ ആൾക്കാർ പറയണത്. അപ്പോൾ ദൈവസാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ലേ? അതിനകത്ത് ജാതി മതം ഒന്നുമില്ലല്ലോ. ആരാണ് ഈശോയിൽ വിശ്വസിക്കുന്നത് അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയില്ലേ? അപ്പോൾ അതിനൊരു ബ്രാൻഡഡ് ക്രിസ്ത്യൻ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ആരാണ് വേദന അനുഭവിക്കുന്നത്? വേദനയാണ് ഇവിടെ വിഷയം, വേറെ ഒന്നും ഇവിടെ വിഷയമാക്കണില്ല. മനുഷ്യൻ്റെ വേദനയാണ് ഉടമ്പടി വിഷയമാക്കുന്നത്, വേറെ ഒന്നും വിഷയമാക്കണില്ല. വേറെ ഒന്നും ഇവിടെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിനെ സിമ്പിൾ സൊല്യൂഷൻ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ടോപ്പായിട്ടുള്ള ബൈബിളിക്കൽ ഫോർമുലയാണ് കവനൻറ്റ്, ഉടമ്പടി. അതുകൊണ്ടാണ് അത് നിങ്ങൾ അതിൻ്റെ അകത്ത് സിൻസിയറിറ്റി കാണിക്കണമെന്ന് അച്ഛൻ പറയുന്നതിൻ്റെ കാരണം. വിശ്വസ്തത കാണിച്ചാൽ അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ. അതുപോലെ രോഗികൾ, അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഉള്ളവർ, അങ്ങനെയുള്ളവരെല്ലാവരും അതിൻ്റെ രേഖകൾ അച്ഛനെ കാണാനുള്ളവർ അവിടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന രേഖകൾ ഓഫീസിൽ കാണിക്കണം. അവിടെ വിഷയം സീരിയസ് ആണ്. അച്ഛനെങ്ങനെ ഞാനിങ്ങനെ ഒരു ആരെയും കാണാൻ ഉദ്ദേശിക്കാത്ത ആളാണ്. കാര്യം ഉടമ്പടി 600 പേരൊക്കെയാണ് ഒരു ദിവസം എടുക്കുന്നത്. ആരെ കാണാനാണ്? അച്ഛനെ കാണുന്നതിലൂടെയാണ് ഇത് വർക്ക് ചെയ്യണം. ഒരിക്കലും അല്ല. അത് ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നിയിരിക്കണം അച്ഛനെ കാണുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. ചിലപ്പോൾ ഒന്നും ശരിയാകത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ അച്ഛനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. അതാണ് വിഷയം. ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യണത് നല്ല കൈപ്പൊള്ളുന്ന പരിപാടിയാണ്. അത് പറ്റത്തില്ല. വല്ല ഈ എടാകുടം വാതിലൂടെ അച്ഛനെ കാണാൻ വല്ല മാർഗ്ഗം ഉണ്ടാകുന്ന അന്വേഷിക്കുന്നു. ഇവിടെ വന്ന് കറങ്ങി നടന്നിട്ട് വീട്ടിൽ പോകാൻ ആൾക്കാർ. അതല്ല, അങ്ങനെയല്ല. ഞാൻ ആൾക്കാരെ കണ്ടാൽ ഞാൻ ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ്. കാര്യം എന്താണ്? ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ അനുവദിക്കാതെ ഞാൻ ആൾ ദൈവം കളിച്ചാൽ ശരിയാകുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അച്ഛനെ കാണാൻ ആരും കണ്ട് വരേണ്ട ആവശ്യമില്ല. ഉടമ്പടി എടുക്കണമെന്ന് അച്ഛനെ കാണാൻ വേണ്ടിയാണെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഉടമ്പടി ചെയ്തെടുത്തിട്ട് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. പിന്നെ ഭയങ്കര ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത ഹെവി ചാലഞ്ചറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണും. ഞാനൊരു ദിവസം 120 പേരെ കാണുന്നുണ്ട്. 120 പേരെ ഞാനൊരു ദിവസം കാണുന്നുണ്ട്. അതെന്താണ്? ഹൈ എമർജൻസി ആയിട്ട് ആൾക്കാരെ, കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, അവർക്ക് 4 കൊല്ലമായിട്ട് കുഞ്ഞിനെ കിട്ടണതാണ്. ഇപ്പോൾ കുഞ്ഞിനെ കളയാൻ പറഞ്ഞിരിക്കണം. അതിന് ഡൗൺ സിൻഡ്രോമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് കളയാൻ ഒരു മാർഗ്ഗമില്ല. ഡൗൺ സിൻഡ്രോം സൗണ്ട് സിൻഡ്രോം ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു പോന്നിരിക്കുന്നത്. അവിടെ മാനസികാവസ്ഥ അതാണ്. അപ്പോൾ അവരുടെ വിഷയം രേഖ കാണിച്ചാൽ ഞാനവരെ കാണും. ചിലപ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് എന്നെ എല്ലാം മാറ്റിയെന്ന് വരും. അത് കർത്താവാണ് ചെയ്യണത്. അപ്പോൾ കർത്താവ് ചെയ്യണ കാര്യങ്ങൾ കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ വിശേഷവിഹിതമായിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ട ചില ക്രമീകരണം ഉണ്ട്. അല്ലാതെ ഇരുട്ടുകൊണ്ട് വിട്ടടിച്ച് അച്ഛനെ കണ്ടിട്ട് കാര്യങ്ങൾ സാധിച്ചു പോകാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ജീവിത പ്രശ്നങ്ങളുള്ളവർക്ക് വെള്ളച്ചീട്ടും, അവരുടെ മക്കളില്ലാത്തവർക്ക് പച്ചച്ചീട്ടും, അതുപോലെ തന്നെ അവരെയാണ് അങ്ങനെ ഓരോ വിഷയമാണ്. അല്ലാതെ ഒരു ചീട്ടെടുത്തിട്ട് എല്ലാം പറയാമെന്ന് വിചാരിക്കും. ചിലർക്കൊരു പ്രശ്നമുണ്ടേ, അവരൊരു ചീട്ടും കൊണ്ട് വരും. എന്നിട്ട് ഒരു ചീട്ട് അവിടെ പറയും ഹൃദയത്തിന് ബ്ലോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ചീട്ട് മേടിക്കും. ഇവിടെ വന്നിട്ട് മകളെ കെട്ടിക്കണ കാര്യമോ മരുമകളെ വീട്ടിൽ നിന്ന് ഓടിക്കണ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചീട്ടിന് കളർ വെച്ചേക്കുന്നത്. ആ കളറിൽ ആ സംഭവം സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ പച്ച ചീട്ടെന്ന് വെച്ചാൽ പ്രഗ്നൻസി കാര്യമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഡാലിയ യെല്ലോ ഉണ്ട്, ആ രോഗമേ അതിൻ്റെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വെള്ളച്ചീട്ടുണ്ട്, ജപ്തി നടപടിയും ജോലിയില്ലായ്മയും അതുപോലെ കുടുംബത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ് ചീട്ടി സംസാരിക്കുന്നത്. മഞ്ഞ ചീട്ട് തരും, അതിൻ്റെ അകത്ത് മെസ്സേജ് എടുക്കാൻ പറ്റും. കാര്യം അവർ സാക്ഷ്യം പറഞ്ഞവരാണ്. സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴെ എഴുതും, നിങ്ങളുടെ ചീട്ടിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എഴുതുന്നത് ഓഫീസിൽ നിന്ന്. നിങ്ങളവിടെ ചോദിക്കുമ്പോൾ ചീട്ട് തരും, ചീട്ടിന് താഴെ ഉണ്ടാകും സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നെഴുതും. അപ്പോൾ എൻ്റെ അർത്ഥം ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും ഇത് ചുവന്ന നടക്കണമേ ഉള്ളതെന്നാണ് എൻ്റെ അർത്ഥം. നെഗറ്റീവ് അർത്ഥമാണത്. അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എഴുതി മേടിക്കണം. അത് നിങ്ങളുടെ പൗച്ചിൽ സൂക്ഷിക്കണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇത് കാണിക്കണം, സാക്ഷ്യം എഴുതി ഒപ്പിട്ട് മേടിച്ചതാണെന്ന് പറയണം. പറയാൻ പറ്റുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഉടമ്പടി സീരിയസ് ആയിട്ടുള്ള ഉടമ്പടി കാറ്റഗറികളായിട്ട് സാക്ഷ്യങ്ങളുണ്ട്. അത് അവിടുന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ചീട്ട് കിട്ടും, മെസ്സേജിലോട്ട് പോകാൻ പറ്റും. എന്ത് നടക്കും, എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം പറയും.
അവർക്ക് സമയം കൂടുതൽ കിട്ടും. അതാണ് എൻ്റെ എല്ലാത്തിൻ്റെയും കളറിൻ്റെ വ്യത്യാസം അതാണ്. പിന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണത്തില്ല. ഇടവക ജോലിയുടെ സമയമാണ്. ഇപ്പോഴും ഇടവക വികാരിയാണ്. ഇടവകയിൽ പെരുന്നാളാക്കാൻ പോയി എന്നിപ്പോൾ ഞാൻ ഓടിക്കട്ടി അവിടെ വന്നേക്കരുത്, അതേ കാറ്റ് കളയാവുന്നില്ല, ഒരു പ്രയോജനമില്ല. അപ്പം അതുകൊണ്ട് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും രൂപതാ ജോലികൾ ഇടവക ജോലിയും ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ധ്യാനം നടക്കും. മറ്റുള്ള ദിവസങ്ങളാണ് അച്ഛൻ കാണുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ പോലും നിങ്ങൾ വിളിച്ച് ചോദിക്കണം, ഓഫീസിൽ വിളിച്ച് ചോദിക്കണം, അച്ഛൻ നാളെ ഉണ്ടാകുമോ ഇല്ലേ. ഉടമ്പടി എടുത്തിട്ടേ വിളിച്ച് ചോദിക്കാവൂ. അല്ല അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നത്, ഓഫീസിൽ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏക്കത്തില്ല. ഇവിടെ എല്ലാം ഒരു ദിവസം 400 പേരൊക്കെയാണ് ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ 120 പേരെയാണ് എടുക്കുന്നത്. 3 പേര് ആണ് നിങ്ങൾ ചീട്ടെല്ലാം നോക്കണത്. നിങ്ങളുടെ ഉടമ്പടി ഗ്യാപ്പുണ്ടാ, ഉടമ്പടി വൃത്തിയായിട്ട് നടക്കണം. പണ്ടങ്ങോട്ട് ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടായപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാം നോക്കിയിട്ടാണ് ചീട്ട് തരണത്. അതിന് 3 പേരെ ഇരുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ കാര്യം നിങ്ങൾ അറിയണം. അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടെ അച്ഛൻ ഉണ്ടാകണം. രോഗികൾക്കാണ് ഞാനിത് പറയണം കേട്ടോ. ഇപ്പോൾ രോഗികളെയും കൊണ്ട് വന്നിട്ട് അച്ഛനോടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 9447258540 ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. അപ്പോൾ നാളെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് വിളിച്ച് ചോദിക്കണം, അച്ഛനുണ്ടാകുമോ നാളെ എന്ന്. അപ്പോൾ അറിയാൻ പറ്റും. ചില ഇവിടുത്തെ പ്രോഗ്രാം പെട്ടെന്ന് ഷിഫ്റ്റാകും. ചിലപ്പോൾ അച്ഛൻ നിൽക്കണ നിപ്പിൽ വല്ല മരണം ഉണ്ടെങ്കിലും, കാര്യം 30 കൊല്ലമായി പ്രവർത്തിക്കുന്ന കാരണം പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും, പ്രവർത്തകരൊക്കെ മരിക്കുന്നുണ്ട്, പ്രായമായോ അല്ലാതെയൊക്കെ. അപ്പോഴൊക്കെ ഞാൻ വിട്ടുപോയി ഇവിടുന്ന്. ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മരിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് അച്ഛൻ വിട്ടുപോയി ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കണം. ഞാൻ ജില്ലയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരും. ജില്ലയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉച്ച കഴിഞ്ഞെങ്കിലും ഞാൻ വരും. കാര്യം ഞാൻ രോഗികളെ ഉദ്ദേശിച്ച് വരണതാണ്. കാര്യം രോഗി 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. അവരാരും വന്നിട്ടുണ്ടെങ്കിൽ അവരെടുക്കാനാണ് ഈ വരണത്. അപ്പോൾ അത് ഉദ്ദേശിച്ചില്ലേ അവർക്ക് ചീട്ട് അച്ഛൻ ഇവിടെ അറിയാൻ പറ്റും. അച്ഛൻ എവിടെയെങ്കിലും പോയിട്ടുണ്ട്, ബിഷപ്പ് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും, രൂപതയുടെ മിഷനായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഇവിടെ വരും. ഇവിടെ ജില്ലയിലുണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓഫീസിൽ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും അച്ഛൻ വരുമോ എന്ന്. അപ്പോൾ രോഗിക്കാണെന്ന് പറഞ്ഞാൽ അവർ ചീട്ട് തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചീട്ട് തരത്തുള്ളൂ. കാര്യം വരണ വരെ എപ്പോൾ എത്തുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്കൊക്കെ അല്ലേ, ഭയങ്കര ബ്ലോക്കല്ലേ റോഡിലൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം മക്കൾ. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാൻ നോക്കുക. പിന്നെ അമ്മയ്ക്ക് മുറി, പ്രാർത്ഥനാ മുറി, എൻ്റെ സ്വന്തം മുറി. നമ്മുടെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം മുറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്റിൽ ഫയർ ബേക്കറിയുടെ, ലിറ്റിൽ ഫയർ നേഴ്സറിയുടെ അരികിലുള്ള സ്ഥലത്ത് കെട്ടിടത്തിൽ പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ആർക്കെങ്കിലും മുറി വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം 4 ദിവസം ഫ്രീ ആയിട്ട് അവിടെ വന്ന് താമസിക്കാൻ പറ്റും. അങ്ങനെ 5 വർഷം. അപ്പോൾ അതിനൊരു പാക്കേജ് ഉണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ നമ്പർ 9447696815 നമ്പർ. പിന്നെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ്. അപ്പോൾ മിഷൻ ജോലി ഇവിടെ ചെയ്യാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ മാനേജറിനെ കാണാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ വർക്ക് വിളിക്കാം. 8281297511. പിന്നെ അടുത്ത അറിയിപ്പ് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ 2ാം ചൊവ്വാഴ്ചയും അതായത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾക്കുള്ള കൗൺസിലിംഗാണ് എല്ലാ 2ാം ചൊവ്വാഴ്ചയും. അകത്തുള്ളതും നടക്കും. അതിൻ്റെ കൂടെ തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള പുറത്തുള്ള സംസ്ഥാനങ്ങളുള്ള എല്ലാ 2ാം ചൊവ്വാഴ്ചയാണ്. 2 പേര് അതിൻ്റെ എക്സ്പെർട്ട് കൗൺസിലേഴ്സ്, ആ ഭാഷ അറിയാവുന്നവർ അന്ന് വരുന്ന ദിവസമാണ്, വിജയകുമാർ ഉൾപ്പെടെ. കൃപാസനത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒത്തിരി പേര് നിങ്ങളെ വിളിക്കുന്നുണ്ട്. കൃപാസനത്തിൽ നിന്നാണ്, എന്നിട്ട് ഓർഫനേജ് ചെയ്യാൻ പോണ്, കൃപാസനത്തിനെ സഹായിക്കണം. അങ്ങനെ ഒരു മനുഷ്യനെയും കൃപാസനം ചാർജ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും സാമ്പത്തിക വിഷയം ഉണ്ടെങ്കിൽ ഞാനേ അത് സംസാരിക്കത്തുള്ളൂ. വേറെ ആർക്കും സംസാരിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ കാശ് പോയതായിട്ട് കണക്കാക്കിയാൽ മതി. തന്നെയല്ല, രസീത് വാങ്ങിക്കാതെ നിങ്ങൾ ഓഫീസിൽ പോലും അവിടെ പല ആൾക്കാരിരിക്കും, പക്ഷേ രസീത് കിട്ടാതെ കാശ് കൊടുത്താൽ ആ കാശ് പോയതായിട്ട് കണക്കാക്കിയാൽ മതി. ആരെല്ലാം വന്നിരിക്കും നമുക്കറിയത്തില്ല. ബന്ധവും പരിചയം അടുപ്പമുള്ളവരൊക്കെ ഇരിക്കും. ആരാണ് ഇവ കൃപാസനത്തിൻ്റെ ആളാണ്, ഇതിന് അച്ഛൻ ചുമതലപ്പെടുത്തിയ ആളാണ്, നിങ്ങൾക്കറിയത്തില്ലല്ലോ. നിങ്ങൾ കാശ് കൊടുത്തിട്ടും പോകും, ആ കാശ് പോകും. അപ്പം അങ്ങനെ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ വൃത്തിയും മെനവായിട്ട് രസീത് ചോദിച്ച് വാങ്ങിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു സഹായം വേണ്ട ആവശ്യമില്ല. ഇവിടെ അത് ന്യായമായിട്ടല്ലാത്തൊരു സംഭവം ഇവിടെ വേണ്ട. നിങ്ങളെ സഹായിക്കണമെങ്കിൽ രസീത് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം. രസീത് വാങ്ങിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവരാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോ. കാര്യം ഇതിൻ്റെ പേരിൽ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറയണത്. രസീതില്ലാത്ത ഒരു പൈസയും ആർക്കും കൊടുക്കരുത്.
അത് കൃപാസനത്തിൻ്റെ അകത്തായാലും ഓഫീസിൻ്റെ അകത്തായാലും നിങ്ങൾ ആസ്ക് ചെയ്യണം, രജിസ്റ്റർ തരാൻ പറയണം. ഓക്കെ, ശ്രദ്ധിക്കുക. www.kribasanamarialshrine.com അതായത് ഇത് ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ലിങ്കാണ്, ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ കൃപാസനം പത്രം, അതാത് ഭാഷയിലുള്ള പത്രം, ഇപ്പോൾ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, ബംഗാളി, ജർമ്മൻ, അതുപോലെ തന്നെ ഇറ്റാലിയൻ, എല്ലാ ഭാഷയിലും കൃപാസനം പത്രമുണ്ട്, ഇംഗ്ലീഷ്. അപ്പോൾ അതാ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ പത്രമാണ് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൃപാസനം പരിശുദ്ധ ബലിയിൽ ചെയ്യേണ്ടത്. ഓക്കെ.